ഹായ് 2021 വന്ന 5 മാർക്കിൻ്റെ 2 പ്രോബ്ലമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. നീൽക്കമൽ ലിമിറ്റഡ് ഹാസ് ആൻ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ പേരാണ് കേട്ടോ കിടക്കുന്നത്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ 50 lakh ഡിവൈഡഡ് ഇൻറ്റു 1 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 50 each. The company issued for subscription 50,000 equity shares at a premium 10 each. അപ്പോൾ 50,000 ഇക്വിറ്റി ഷെയറാണ് ഇഷ്യൂ ചെയ്യണത്. ദെൻ ദ എൻറ്റയർ ഇഷ്യൂ വാസ് അണ്ടർറിട്ടൺ ആസ് ഫോളോസ്: എക്സ് 30,000, വൈ 15,000, സെഡ് 5,000. ഇതിൽ ഓരോരുത്തരുടെയിലും എന്താ അടങ്ങിയിട്ടുണ്ട്? ഫേം അണ്ടർ റൈറ്റിംഗ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ ഫേം അണ്ടർ റൈറ്റിംഗ് 5,000, വൈയുടെ 2,000, സെഡിൻ്റെ 1,000. ഔട്ട് ഓഫ് ദ ടോട്ടൽ ഇഷ്യൂ 45,000 ഷെയർസ് ഇൻക്ലൂഡിങ് ഫേം അണ്ടർ റൈറ്റിംഗ് വേർ സബ്സ്ക്രൈബ്ഡ്. അപ്പോൾ മൊത്തം ഇഷ്യൂ ചെയ്തതിൽ 45,000 ഷെയർ അവർ പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ദ ഫോളോയിങ് വേർ ദ മാർക്ക്ഡ് ഫോംസ്. അപ്പോൾ മാർക്ക്ഡ് ആപ്ലിക്കേഷൻ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും തന്നിട്ടുണ്ട് 16,000, 10,000, 4,000. അപ്പോൾ നമ്മൾ അൺമാർക്ക്ഡ് കണ്ടുപിടിക്കണം. മൊത്തം അവർ സബ്സ്ക്രൈബ് ചെയ്തത് എത്രയാണ്? 45,000 ആണ്. അതിൽ മാർക്ക്ഡ് 16 പ്ലസ് 10,000 പ്ലസ് 4,000. അപ്പോൾ എത്ര വരും? 30,000 വരും. 16 10 26 4 30. ബാക്കി 45,000 എത്രയുണ്ട്? 15,000. അതാണ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ. ആ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ ഏത് റേഷ്യോയിൽ വീതിക്കണം? എപ്പോഴും നമുക്ക് നമ്മുടെ ലയബിലിറ്റി തരണുണ്ടല്ലോ, എക്സും വൈയും അണ്ടർ റിട്ടേൺ ചെയ്യണ എത്രയാണ്? 30:15:5. ആ റേഷ്യോയിൽ വേണം ഈ 15,000 വീതിക്കാനായിട്ട്. 30:15:5 വീണ്ടും വെട്ടി ചെറുതാക്കാം. 6:3:1. അപ്പോൾ ആ റേഷ്യോയിൽ വേണം നമ്മൾ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ വീതിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പ്രോബ്ലം നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണത് എങ്ങനെയാണ്? നമ്മുടെ ഫോർമാറ്റ് എന്താ? ആദ്യം ഗ്രോസ് ലയബിലിറ്റി. നമ്മൾ ആരാണ്? എക്സ് വൈ സെഡ് ഇവിടെ അവർ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞാൽ അണ്ടർ റൈറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ ഷെയറാണ് അവരുടെ ഗ്രോസ് ലയബിലിറ്റി. ഗ്രോസ് ലയബിലിറ്റിയിൽ നിന്ന് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ കുറയ്ക്കും, മാർക്ക്ഡ് ആപ്ലിക്കേഷൻ കുറയ്ക്കും. എന്നിട്ട് എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ കുറച്ച് വരുമ്പോൾ മൈനസ് ഫിഗർ വരാമെന്ന് വിചാരിക്കുക, അത് വീണ്ടും ബാക്കിയുള്ളവർ ഡിവൈഡ് ചെയ്തെടുക്കും. അതിന് ശേഷം കിട്ടുന്ന ലയബിലിറ്റി, ഒരു ലയബിലിറ്റി കിട്ടും. ആ ലയബിലിറ്റിയുടെ ഒപ്പം ഫേം അണ്ടർ റൈറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. വളരെ എളുപ്പമാണ് ഈ പ്രോബ്ലം. ആദ്യം തന്നെ നമ്മുടെ ഗ്രോസ് ലയബിലിറ്റി എഴുതും, അതിൽ നിന്ന് മാർക്കഡും അൺമാർക്കഡും കുറയ്ക്കും. എന്നിട്ട് എന്തെങ്കിലും സർപ്ലസ് ഉണ്ടെങ്കിൽ അതും കൂടി കുറച്ചതിന് ശേഷം കിട്ടുന്ന ലയബിലിറ്റിയുടെ ഒപ്പം ഫേം അണ്ടർ റൈറ്റിംഗ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ലയബിലിറ്റി കിട്ടും. അത് ആ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ മതി. ഇനി ഈ ഫേം അണ്ടർ റൈറ്റിങ്ങിൻ്റെ കേസിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് ഗ്രോസ് ലയബിലിറ്റിയുടെ ഒപ്പം തന്നെ ബ്രാക്കറ്റിൽ ഫേം അണ്ടർ റൈറ്റിംഗ് തന്നേക്കണേ. അതായത് അതിനകത്ത് ഫേം അണ്ടർ റൈറ്റിംഗ് ഇൻക്ലൂഡ് ആണെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഫേം അണ്ടർ റൈറ്റിംഗ് ഇൻക്ലൂഡ് ആയതുകൊണ്ട് ജസ്റ്റ് ഏറ്റവും അവസാനം ഫേം അണ്ടർ റൈറ്റിംഗ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പക്ഷേ ഫേം അണ്ടർ റൈറ്റിംഗ് എക്സ്ക്ലൂഡ് എന്നാണ് കാണിക്കുന്നത് എങ്കിൽ, ഫേം അണ്ടർ റൈറ്റിംഗ് എക്സ്ക്ലൂഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ മാർക്കഡും അൺമാർക്കഡും കുറയ്ക്കണ പോലെ തന്നെ ആദ്യം നമ്മൾ ഫേം അണ്ടർ റൈറ്റിംഗ് കുറയ്ക്കും. എന്നിട്ട് എന്തെങ്കിലും സർപ്ലസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കുറയ്ക്കും. അതിന് ശേഷം കിട്ടുന്ന ലയബിലിറ്റിയുടെ ഒപ്പം വീണ്ടും ആഡ് ചെയ്യും. അപ്പോൾ എക്സ്ക്ലൂഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആദ്യം കുറയ്ക്കും, പിന്നെ ആഡ് ചെയ്യും. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഗ്രോസ് ലയബിലിറ്റി എക്സിൻ്റെയും വൈയുടെ സെഡിൻ്റെയും 30,000, 15,000, 5,000, ടോട്ടൽ 50. ഇനി അൺമാർക്കഡ് കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ 45,000 ആണ്. അതിനകത്ത് മാർക്കഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് അൺമാർക്കഡ് ആയിരിക്കും. അത് ഏത് റേഷ്യോയിൽ വീതിക്കണം? 30:15:5. അതിന് ചെറുതാക്കുമ്പോൾ 6:3:1. അപ്പോൾ നമുക്ക് 15,000 ആണ് നമ്മുടെ അൺമാർക്കഡ് ആപ്ലിക്കേഷൻ കിട്ടുന്നത്. ആ അൺമാർക്കഡ് ആപ്ലിക്കേഷൻ ഈ റേഷ്യോയിൽ 6:3:1 വീതിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം എന്താ ചെയ്യുക? അത് കുറച്ചതിന് കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് വീണ്ടും മാർക്കഡ് ആപ്ലിക്കേഷൻ 16,000, 10,000, 4,000 അതും കുറയ്ക്കുക. അത് കുറയ്ക്കുമ്പോൾ ഇസഡിന് മാത്രം മൈനസ് ഫിഗർ വരും. എൻ്റെ അർത്ഥം ഇസഡിന് അത്രയും അവിടെ സർപ്ലസ് പൈസ നിൽക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇസഡിന് മാത്രം മൈനസ് ഫിഗർ വരും. അങ്ങനെ മൈനസ് നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. അങ്ങനെ ഒരു മൈനസ് ഫിഗർ വന്നിട്ടുണ്ട് എങ്കിൽ അത് ബാക്കി രണ്ടുപേരും അവരുടെ റേഷ്യോയിൽ വീതിച്ചെടുക്കും. അപ്പോൾ ഇസഡിന് മൈനസ് ഫിഗർ വന്നു. ആ മൈനസ് ഫിഗർ 500 രൂപ ആര് വീതിക്കണം? എക്സും വൈയും. അവരുടെ റേഷ്യോ എത്ര? എക്സിൻ്റെയും വൈയുടെ റേഷ്യോ 6:3 എന്ന് വരും അല്ലേ? ആ 6:3, കാരണം പിന്നെ വൈയുടെ റേഷ്യോ എടുക്കരുത്, സെഡിൻ്റെ റേഷ്യോ എടുക്കരുത്. അപ്പോൾ എക്സ് വൈയുടെ റേഷ്യോ 6:3. അത് വെട്ടി ചെറുതാക്കുമ്പോൾ 2:1 വരും.
ആ റേഷ്യോയിൽ ഈ 500 രൂപ വീതിച്ചു കൊടുക്കുക. മറ്റേയാൾക്ക് 0 ആയിപ്പോവും. ആ 500 ആഡ് ചെയ്ത് അയാൾക്ക് 0 ആയിപ്പോവും. ഇവർ രണ്ടുപേരും ആ സർപ്ലസ് കുറയ്ക്കും. അപ്പം 4667 331 അതുപോലെ ഇസഡിന് 0 ആയിപ്പോവും. ടോട്ടൽ 5000. ഇനി ഫേം അണ്ടർ റൈറ്റിംഗ് ഉണ്ടല്ലോ, നമുക്ക് 5000 2000 1000 അത് ഇതിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ എക്സിന് 9667 കിട്ടും, വൈക്ക് 2333 കിട്ടും, ഇസഡിന് 1000 ഉള്ളൂ, കാരണം മറ്റേത് അയാളുടെ 0 ആയിപ്പോയി. ടോട്ടൽ 8000, ടോട്ടൽ 13000. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇത് പ്രതീക്ഷിക്കാവുന്ന പ്രോബ്ലമാണ് അണ്ടർ റൈറ്റിംഗ്. നെക്സ്റ്റ് പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷനിൽ ഒരു 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യനാണിത്. 2021 വന്നിട്ടുണ്ട്, അതിന് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് തന്നെ വന്നേക്കുന്നത്. നോക്കിയേ, ഗാലക്സി ലിമിറ്റഡ് വാസ് ഇൻകോർപ്പറേറ്റഡ് ഓൺ 1/4/2015 ഇൻ ഓർഡർ ടു ടേക്ക് ഓവർ എ റണ്ണിങ് ബിസിനസ്. 1/1/2015 ഒരു റണ്ണിങ് ബിസിനസ് അവർ ഏറ്റെടുത്തു. അതിന് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയത് 1/4/2015. അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ഓൺ 31/12/2015. അക്കൗണ്ട്സ് ഡിസംബറിൽ ക്ലോസ് ചെയ്യും. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് സെയിൽസ് റേഷ്യോ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കണേ. ഓരോ പ്രാവശ്യത്തെ സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ സെയിൽസ് ഫോർ ദ ഇയർ, ഒരു വർഷത്തെ സെയിൽ എത്രയാണ് തന്നേക്കണേ? 9,60,000. ജനുവരി സെയിൽസ് എന്ന് പറഞ്ഞാൽ ട്വൈസ് ദ ആവറേജ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ആദ്യം നമ്മൾ ആവറേജ് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കണം എങ്ങനെ? 9,60,000 ഡിവൈഡഡ് ബൈ എത്ര മാസമുണ്ട്? 12 മാസമാണ് ഒരു വർഷം. ഒരു വർഷത്തെയാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ 9,60,000 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് മന്ത്ലി സെയിൽ കിട്ടും. ഇനി ഫെബ്രുവരി സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് സെയിൽസ് ആണ്. ഫെബ്രുവരി സെയിൽ ആവറേജ് സെയിലാണ്. ഇനി മെയ് ടു ഓഗസ്റ്റ് 1/4 ഓഫ് ആവറേജ് എന്നാണ് പറഞ്ഞേക്കണേ. മെയ് തുടങ്ങി ഓഗസ്റ്റ് വരെ 1/4 ഓഫ് ആവറേജ്. ദെൻ ഒക്ടോബർ ടു നവംബർ 3 ടൈംസ് ദ ആവറേജ്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഒരു ബോക്സ് വരച്ച് എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ബോക്സ് വരയ്ക്കുക. ജനുവരി തുടങ്ങി ഡിസംബർ വരെ ഉള്ളത് നമ്മൾ താഴേക്ക് എഴുതുക. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താ? ജനുവരി സെയിൽസ് എന്ന് പറഞ്ഞാൽ ട്വൈസ് ദ ആവറേജ്. അപ്പോൾ ആവറേജ് 80,000 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ? 9,60,000 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ ജനുവരി സെയിൽസ് എന്തായിരിക്കും? 80,000 ഇൻറ്റു 2 അല്ലേ? ട്വൈസ് ദ ആവറേജ് എന്നല്ലേ? അപ്പോൾ 1,60,000. ഇനി ഫെബ്രുവരി സെയിൽസ് ആവറേജ് സെയിൽ തന്നെയാണ്, അപ്പോൾ 80,000 തന്നെ. മാർച്ച് ഏപ്രിൽ നമുക്ക് തന്നിട്ടില്ല. പിന്നെ നമുക്ക് തന്നേക്കണേ എന്താ? മെയ് തുടങ്ങി ഓഗസ്റ്റ് വരെ ഉള്ളത് 1/4 ഓഫ് ദ ആവറേജ് എന്ന് പറഞ്ഞേക്കണേ. അപ്പം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഇത്രയും 1/4 ഓഫ് ദ ആവറേജ്, അതായത് 80,000 ഇൻറ്റു 1/4 ചെയ്യുക. അപ്പം അത്രയും മാസത്തെ നമുക്ക് 20,000 എന്ന് വെച്ച് കിട്ടും. അപ്പം മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ 20,000. സെപ്റ്റംബർ നമുക്ക് തന്നിട്ടില്ല, അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. ഒക്ടോബർ ടു നവംബർ 3 ടൈംസ് ദ ആവറേജ് എന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഒക്ടോബർ ടു നവംബർ എന്ന് പറയുമ്പോൾ ഒക്ടോബർ നവംബർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 80,000 ഇൻറ്റു 3 അപ്പോൾ 2,40,000. നവംബറിലും 2,40,000. ഡിസംബർ നമുക്ക് തന്നിട്ടില്ല, അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ഈ കിട്ടിയേക്കണ സെയിൽസ് എല്ലാവരും കൂടി ആഡ് ചെയ്യാം. 1,60,000, 80,000, പിന്നെ 4 മാസം 20,000, പിന്നെ 2,40,000, 2,40,000. ഇത്ര ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 ലക്ഷം എന്ന് കിട്ടും. ഇത്ര ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 ലക്ഷം എന്ന് കിട്ടും. നമ്മുടെ ടോട്ടൽ സെയിൽസ് എത്രയാണ്? 9,60,000. അപ്പോൾ നമുക്കൊരു 4 മാസത്തെ സെയിൽ ഇനി കിട്ടാനുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ഇൻഫർമേഷനും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 9,60,000 നിന്ന് നമുക്ക് കിട്ടിയ 8 ലക്ഷം കുറയ്ക്കും. ബാക്കി എത്രയുണ്ട്? 1,60,000. ഈ 1,60,000 ഈ 4 മാസത്തെയും കാരണം വേറൊരു ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈക്വലായിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ 1,60,000 ബൈ എത്ര മാസത്തെ സെയിൽ നമുക്ക് കിട്ടാനുള്ളത്? 4 മാസത്തെ. 4 ചെയ്യുമ്പോൾ 40,000 എന്ന് കിട്ടും. അപ്പോൾ മാർച്ചിൽ 40,000, ഏപ്രിൽ 40,000, സെപ്റ്റംബറിൽ 40,000, ഡിസംബറിൽ 40,000. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ സെയിൽസ് റേഷ്യോ ആണ്. നമുക്കിവിടെ സെയിൽസ് റേഷ്യോ എത്രയാണ്? ജനുവരിയിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം പ്രീ ഇൻകോർപ്പറേഷനും ഏപ്രിൽ തുടങ്ങി 9 മാസം പോസ്റ്റ് ഇൻകോർപ്പറേഷനുമാണ്. അപ്പോൾ ജനുവരിയിൽ എത്രയാണ്? 1,60,000. ഫെബ്രുവരിയിൽ എത്രയാണ്? 80,000. മാർച്ചിൽ എത്രയാണ് നമുക്ക് കിട്ടിയത്? 40,000. അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2,80,000 കിട്ടും. അതാണ് പ്രീ ഇൻകോർപ്പറേഷൻ സെയിൽ. പോസ്റ്റോ 9,60,000 നിന്ന് ഈ 2,80,000 കുറച്ച് ബാക്കി എത്രയാണോ അത് പോസ്റ്റ് ഇൻകോർപ്പറേഷൻ സെയിൽ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ്.
1,60,60,000 ബാക്കിയുള്ളത് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ സ്ഥലത്ത് 40,000 കിട്ടും. ഇനി പ്രീ ഇൻകോർപ്പറേഷൻ പീരീഡ് ജനുവരി ടു മാർച്ച് വരെയാണ്. അത്രയും നാളത്തെ സെയിൽസ് ആഡ് ചെയ്യുമ്പോൾ പ്രീ ഇൻകോർപ്പറേഷൻ സെയിൽ കിട്ടും. മൊത്തം 9,60,60,000 നിന്ന് 2,80,000 കുറച്ച് ബാക്കി എത്ര കിട്ടണോ അത് 7,80,000 കിട്ടും. അത് പോസ്റ്റ് ഇൻകോർപ്പറേഷനിൽ എഴുതണം. 2021 വന്ന ഒരു 15 മാർക്ക് ക്വസ്റ്റ്യനാണിത്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി പഠിക്കുക. അതുപോലെ തന്നെ 2021 പിന്നെ മാനേജേഴ്സ് കമ്മീഷൻ അതും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തിയറി. അത് ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മണി റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഷെയർ വാറണ്ട്, ഷെയർ ആപ്ലിക്കേഷൻ മണി പെൻഡിങ് അലോട്ട്മെൻറ്റ്, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഓഫ് അസറ്റ്, ഇങ്ങനെയുള്ള തിയറീസാണ് പിന്നെ 5 മാർക്കിൻ്റെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത 2 പ്രോബ്ലംസ്, പിന്നെ ചെറിയ റിഡംഷൻ്റെ ചെറിയ പ്രോബ്ലം. അപ്പോൾ ഇതൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ പഠിക്കാനുള്ളത് പ്രൊസീജിയറുകൾ, അതുപോലെ ഷെയർ വാറണ്ടിൻ്റെയൊക്കെ പ്രൊസീജിയർ അതും ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ തിയറികളൊക്കെ ഒന്ന് പഠിക്കുക.